നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം തന്നെ ചോദിച്ച് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ ട്രിക്കി ആയിട്ട് ഉത്തരം കണ്ടെത്താവുന്ന തരത്തിലേക്ക് നമ്മൾ ഇതിനെ മോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ മുഴുവൻ മാർക്ക് നേടാൻ നിങ്ങളെ ഞങ്ങളുടെ ട്രിക്സ് സഹായിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. മുൻകാല ചോദ്യങ്ങളിൽ നിന്നും ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കും. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, മെനി എ സ്വിമ്മർ ഡാഷ് ബീൻ ഡ്രോൺഡ് ഇൻ ദിസ് റിവർ. ഓപ്ഷൻസ് ഉണ്ട്: ഹാസ്, ഹാവ്, ആർ, ഡു. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ഉത്തരം നൽകാൻ സാധിക്കും? കാരണം നമ്മൾ വളരെ പുതുമയോടുകൂടി കാണുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ് മെനി എ സ്വിമ്മർ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിന്റെ നോട്ട് നമ്മുടെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മെനി എ കയറി വന്നിരിക്കുകയാണ്. ശേഷം വന്നിരിക്കുന്നതോ സ്വിമ്മർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം സ്വാഭാവികമായിട്ടും എന്താകണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? ഓപ്ഷൻ എയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. ഓപ്ഷൻ എയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓപ്ഷൻ എയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. മെനി എ സ്വിമ്മർ ഹാസ് ബീൻ drowned in this river. ഇവിടെ ഓപ്ഷൻ സിയും ഡിയും ഒരിക്കലും കയറി വരത്തില്ല. ആർ ബീൻ എന്നോ ഡു ബീൻ എന്നോ ചേർന്ന് വരത്തില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് ശേഷം മാത്രമേ ബീൻ ചേർന്ന് വരത്തുള്ളൂ. ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയ്ക്ക് ശേഷം മാത്രമേ ബീൻ ചേർത്ത് വരത്തുള്ളൂ. അതായത് ബി എന്നതിന്റെ V3 ഫോം ആണ് ബീൻ. ഹാസ് പ്ലസ് V3, ഹാവ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3. ബി എന്നതിന്റെ തേർഡ് ഫോർമാറ്റ് വെർബാണ് ബീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഹാവ് കൊടുക്കാതെ ഹാസ് കൊടുത്തു എന്നുള്ള ഉത്തരമാണ് വളരെ ട്രിക്കിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു സ്റ്റീരിയോടൈപ്പിക് ചോദ്യമാണ്. ഇവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സെന്റൻസിൽ മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ എന്നിവ തുടക്കത്തിലുണ്ട് എങ്കിൽ എന്താണ്? മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ എന്നിവ തുടക്കത്തിലുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന നൗൺ സിംഗുലാർ നൗൺ. ഫോർ എക്സാമ്പിൾ, പെൻസിൽ എന്നുള്ളത് സിംഗുലാർ നൗണാണ്. പെൻസിൽസ് എന്നുള്ളതോ പ്ലൂറൽ നൗണും. അപ്പോ മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലാർ നൗണും അതിനുശേഷം വരുന്ന വെർബ് സിംഗുലാർ വെർബുമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയാം എന്തൊക്കെയാണ് സിംഗുലാർ വെർബും പ്ലൂറൽ വെർബും. ഈസ് സിംഗുലാർ വെർബാണ്, ആർ പ്ലൂറൽ വെർബാണ്. വാസ് സിംഗുലാർ വെർബാണ്, വേർ പ്ലൂറൽ വെർബാണ്. ഹാസ് സിംഗുലാർ വെർബാണ്, ഹാവ് പ്ലൂറൽ വെർബാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കണം, സിംഗുലാർ വെർബ് എന്ന് പറയുമ്പോൾ ഈസ്, വാസ്, ഹാസ്. പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ ആർ, വെയർ, ഹാവ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോ മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം സിംഗുലാർ വെർബ് നൗൺ ആണെങ്കിൽ സിംഗുലാർ നൗൺ, വെർബ് ആണെങ്കിൽ സിംഗുലാർ വെർബ്. അപ്പൊ ഈ ചോദ്യം നോക്കിയേ. ഈ ചോദ്യം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം. മെനി എക്ക് ശേഷം വന്നിരിക്കുന്നത് സ്വിമ്മർ. ഇതെന്ന് പറയുന്നത് എന്ത് നൗണാ? സിംഗുലാർ നൗണാ. സ്വിമ്മേഴ്സ് എന്ന് വന്നിരുന്നുവെങ്കിലോ പ്ലൂറൽ നൗണായാണ്. ഇതിപ്പോ സിംഗുലാർ നൗണാ. ഇതിന് ശേഷം വന്നിരിക്കുന്ന ഹാസ് എന്ന് പറയുന്നത് എന്താ? സിംഗുലാർ വെർബ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളതിനുള്ളതിന് ഉത്തരമാണ് നിങ്ങൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ മെനി എ, മെനി ആൻഡ്, മോർ ദാൻ വൺ എന്നിവയ്ക്ക് ശേഷം എന്ത് നൗണാ? സിംഗുലാർ നൗൺ. അതിനുശേഷം വരുന്ന വെർബോ സിംഗുലാർ വെർബ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വൺ ഓഫ് ദി ഡാഷ് ഡാഷ് മാക്സ്വെൽ. ഓപ്ഷൻ എ സ്റ്റുഡൻസ്, നോസ്. ഓപ്ഷൻ ബി സ്റ്റുഡൻസ്, നോ.
ഓപ്ഷൻ സി സ്റ്റുഡൻറ് നോസ്, ഓപ്ഷൻ ഡി സ്റ്റുഡൻസ് നോ. എന്ത് വരും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഓഫ് ദി ഫിലിംസ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ് അല്ലെ. അപ്പൊ ഇവിടെ വൺ ഓഫ് ദയ്ക്ക് ശേഷം വരേണ്ടത് എന്ത് നൗണാണ്, അതിനുശേഷം വരേണ്ട വെർബ് എന്ത് വെർബാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ സാധിക്കും. വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ ആണ് വരുന്നത്, അതിനുശേഷം വരുന്ന വെർബ് സിംഗുലാർ വെർബാണ്. ഓക്കെ 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 ആണല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉത്തരം കൊടുത്താലോ? ഇവിടെ സ്റ്റുഡൻറ് എന്നുള്ളത് സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം, സ്റ്റുഡൻസ്. അപ്പൊ ഇനി നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം ശരി അല്ലെ. ഓപ്ഷൻ സി വരത്തില്ല, കാരണം വൺ ഓഫ് ദി സ്റ്റുഡൻസ് പ്ലൂറൽ നൗണാ. ഇനി വരുന്നത് സിംഗുലാർ വെർബാണോ, എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, സോ ശ്രദ്ധിക്കണം, വെർബിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിംഗുലാർ വെർബ് എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, വൺ ഓഫ് സെന്റൻസിൽ വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് ഐദർ ഓഫ് നൈദർ ഓഫ് ദി നമ്പർ ഓഫ് 1.5 എന്നിവ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നൗൺ പ്ലൂറൽ നൗണും വെർബ് സിംഗുലാർ വെർബുമായിരിക്കും. അതായത് ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഒരു വെർബ് അതിൻ്റെ 3 ഫോർമാറ്റ് ഉണ്ട്. എന്താണ്? V1, V2, V3. ഒരു മെയിൻ വെർബ് വി എന്നതിൻ്റെ 3 ഫോർമാറ്റ് ആണ് V1, V2, V3. വെർബിന്റെ ബി ഫോർമാറ്റ് അല്ലെങ്കിൽ വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് ചേർത്ത് നമ്മൾ എഴുതാറുണ്ട് അല്ലേ, ശരിയല്ലേ? അതായത് വെർബിന്റെ വി ഫോർമാറ്റ് എന്ന് പറയുന്നത് മെയിൻ ഫോർമാറ്റ് ആണ്. അതിനോടൊപ്പം എസ് ഓർ ഇ എസ് ചേർത്ത് നമ്മൾ എഴുതാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മേക്ക് എന്ന മെയിൻ വെർബ് വി, അതിന്റെ V1 മേക്ക്, V2 മെയ്ഡ്, V3 മെയ്ഡ്. ഓക്കെ, ഇനി ഗോ എന്ന മെയിൻ വെർബ് വി, അതിന്റെ V1 ഗോ, V2 വെന്റ്, V3 ഗോ. ഇനി മേക്ക് എന്നതിന്റെ വി പ്ലസ് എസ് ഓർ ഇ എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മേക്സ് ആണ്. ഗോ എന്നതിന്റെ എസ് ഓർ ഇ എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഗോ എന്നതിനോടൊപ്പം ഇ എസ് ചേർത്തപ്പോൾ ഗോസ് ആണ്. അപ്പോ വെർബിന്റെ V1 ഫോർമാറ്റ് നമ്മൾ എന്താണ്? പ്ലൂറൽ വെർബായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോർമാറ്റ് സിംഗുലാർ വെർബായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മേക്ക് എന്നുള്ളത് പ്ലൂറൽ വെർബായിട്ടാണ് നമ്മൾ കാണുന്നത്, മേക്സ് സിംഗുലാർ വെർബ്. ഗോ എന്നുള്ളത് പ്ലൂറൽ വെർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗോസ് എന്നുള്ളത് സിംഗുലാർ വെർബ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു വെർബിന്റെ വി എന്ന ഫോർമാറ്റിന്റെ V1 എന്ന് പറയുന്നത് പ്ലൂറൽ വെർബായിട്ടും അതിനോടൊപ്പം എസ് ഓർ ഇ എസ് ചേർത്താൽ അത് സിംഗുലാർ വെർബായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ വൺ ഓഫ് ദി സ്റ്റുഡൻസ് നോസ് എന്നുള്ളത് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വൺ ഓഫ് ദി സ്റ്റുഡൻസ് നോസ് മാത്സ് വെൽ. എന്തുകൊണ്ട് നോ കൊടുത്തില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, റൈറ്റ്. അപ്പോ ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് ഐദർ ഓഫ് നൈദർ ഓഫ് എന്നാണ്. വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് ഐദർ ഓഫ് നൈദർ ഓഫ് ദി നമ്പർ ഓഫ് 1.5 എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ സിംഗുലാർ വെർബ്. ഒന്നും കൂടി, വൺ ഓഫ് ഈച്ച് ഓഫ് എവരി വൺ ഓഫ് ഐദർ ഓഫ് നൈദർ ഓഫ് ദി നമ്പർ ഓഫ് 1.5 എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഇഫ് യു ബൈ എ ന്യൂ കാർ, ഇറ്റ് ഡാഷ് കോസ്റ്റ് യു എ ലോട്ട് ഓഫ് മണി, വിൽ, വുഡ്, വുഡ് ഹാവ്, വിൽ ബി. ഏത് കൊടുക്കും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇത് ഇത്രയുമാണ്. ഇഫ് ക്ലോസ് കോമ കഴിഞ്ഞ് വരുന്നത് മെയിൻ ക്ലോസുമാണ് അല്ലെ. ഇത് ഇഫ് ക്ലോസും കോമ കഴിഞ്ഞ് വരുന്നത്
മെയിൻ ക്ലോസുമാണ്. അതായത് ഇഫ് ചേർന്ന് വരുന്നത് ഇഫ് ക്ലോസ് എന്നും അതിനുശേഷം വരുന്ന കാതലായ ഭാഗം മെയിൻ ക്ലോസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇഫ് ക്ലോസിൽ ഉള്ള വെർബ് എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നത് V1 ഫോർമാറ്റ് ആണ് അല്ലെ. ബൈ എന്ന മെയിൻ വെർബ് വി, അതിന്റെ V1 ബൈ, V2 ബോട്ട്, V3 ബോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മെയിൻ ക്ലോസിൽ നമ്മൾ വെർബ് കൊടുക്കുന്നത്. ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമുക്ക് വില്ല് കൊടുക്കാം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമുക്ക് വിൽ കൊടുക്കാം. ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ് V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമുക്ക് വുഡ് കൊടുക്കാം. ഓക്കെ, സോ വെരി 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 ഇമ്പോർട്ടന്റ്. ഇനി ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ വെർബ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. മനസ്സിലായോ? സോ വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കാം, ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം വില്ലാണ്. ഇനി നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇഫ് ക്ലോസിൽ വരുന്ന വെർബ് V1 ആണ്, അല്ലെങ്കിൽ വെർബിനോടൊപ്പം എസ് ഓർ ES ആണ്, അല്ലെങ്കിൽ ഈസ്, ആം, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ് ഒക്കെ വരികയാണെങ്കിൽ വില്ല് ചേർത്ത് കൊടുക്കുക. വിൽ പ്ലസ് V1. ഇനി അതല്ല V2 അല്ലെങ്കിൽ വാസ്, വെയർ, ഡിഡ്, ഹാഡ് എന്നിവയൊക്കെയാണ് വരുന്നതെങ്കിൽ, അതായത് ഇത് ഇത്രയാണ് പ്രസന്റ് ഫോർമാറ്റിൽ വരുന്നത്, ഇത് ഇത്രയാണെങ്കിലോ പാസ്റ്റ് ഫോർമാറ്റാണ്, വുഡ് പ്ലസ് V1. ഇനി ഹാഡ് പ്ലസ് V3, ഹാഡ് ബീൻ, ഹാഡ് എന്നിവ ചേർന്ന് വരികയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ഫോർമാറ്റ് കൊടുക്കുക. അപ്പൊ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇഫ് ക്ലോസിലുള്ള വെർബ് പ്രസന്റ് ടെൻസിലാണ് എങ്കിൽ വിൽ പ്ലസ് V1, വില്ല് കൊടുക്കുക. ഇഫ് ക്ലോസിലുള്ള വെർബ് സിമ്പിൾ പാസ്റ്റ് രൂപത്തിലാണ് എങ്കിൽ V2, വെർബിന്റെ V2 ഫോം സിമ്പിൾ പാസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെ ഹാവ് എന്നതിന്റെ V1 ഹാവ്, V2 ഹാഡ്, V3 ഹാഡ്. അപ്പോ ഹാഡ്, വെറും ഹാഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ, സിമ്പിൾ ഫാസ്റ്റ് ആണ്. ഇനി വാസ്, വെയർ ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡു എന്ന മെയിൻ വെർബ് വി എന്നതിന്റെ V1 ഡു ആണ്, എന്നാൽ V2 ഡിഡ്, V3 ഡൺ ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ വുഡ് പ്ലസ് V1. ഇനി ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് ബീൻ, ഹാഡ് കയറി വരികയാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ ശ്രദ്ധിക്കണം, ബി എന്ന മെയിൻ വെർബിന്റെ V3 ഫോർമാറ്റ് ആണ് ബീൻ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചെയ്യുമ്പോഴേ ഇതിനുള്ള ഉത്തരം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയുള്ളൂ. ഈ ഒരു ചോദ്യത്തിൽ നോക്കാം. 4th ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, ഐ ഡാഷ് എ ഹൗസ്. ശ്രദ്ധിക്കണം, ഹാഡിന് ശേഷം വന്നിരിക്കുന്നത് ഇനഫ് ആണ്. സാധാരണ ഹാഡിന് ശേഷം V3 ഫോർമാറ്റിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വുഡ് ഹാവ് പ്ലസ് V3 മെയിൻ ക്ലോസിൽ കൊടുക്കാം. പക്ഷെ ഇത് വെറും ഹാഡ് ആണ് വന്നിരിക്കുന്നത്. ഹാവ് എന്ന മെയിൻ വെർബ് വി, അതിന്റെ V1 ഹാവ്, V2 ഹാഡ്, V3 ഹാഡ്. അപ്പൊ V2 ഹാഡ് സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഹാഡ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചു, ഇഫ് ക്ലോസിൽ V2ഓ ഡിഡോ വാസോ വെയറോ വെറും ഹാഡോ വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. സോ നമ്മൾ കണ്ണും പൂട്ടി കൊടുക്കും, വുഡ് ബൈ, വുഡ് പ്ലസ് V1 ഫോർമാറ്റ് കൊടുത്തു. ഐ വുഡ് ബൈ എ ഹൗസ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കൂടെ വരുമ്പോൾ നിങ്ങൾ ആകെ സൂപ്പർ ആയിരിക്കും. 5th ചോദ്യം, ഇഫ് ദേ ആർ ഫ്രണ്ട്സ്, ദേ ഡാഷ് ഈച്ച് അതർ, വിൽ ഹെൽപ്പ്, വുഡ് ഹെൽപ്പ്, വിൽ ബി ഹെൽപ്പിംഗ്, വുഡ് ഹാവ് ഹെൽപ്ഡ്. എന്ത് പറയും? ഇഫ് ദേ ആർ ഫ്രണ്ട്സ്, ഇവിടെ ശ്രദ്ധിക്കണം, ആറാണ് വന്നിരിക്കുന്നത്. അതായത് പ്രസന്റ് ടെൻസിലാണ് ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്ന വെർബ്, പ്രസന്റ് ടെൻസിലാണ്. ഇഫ് ക്ലോസിന്റെ ആവട്ടെ വെർബിന്റെ V1 അല്ലെങ്കിൽ വെർബിനോടൊപ്പം എസ് ഓർ ES ചേർന്ന് വരികയാണ്, ഈസ്, ആർ, ആം പോലുള്ള കാര്യങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ ഹാസ് കയറി വരികയാണ് അല്ലെ, ഹാസ്, ഹാവ് കയറി വരികയാണ്, വെറും ഹാസോ ഹാവോ കയറി വരികയാണ്.
ശ്രദ്ധിക്കണം, വെറും ഹാസ് അല്ലെങ്കിൽ ഹാവ്, അവയോടൊപ്പം V3 ചേർന്നല്ല, വെറും ഹാസ് അല്ലെങ്കിൽ ഹാവ് കയറി വരികയാണ് എങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം, ഇഫ് ഹി ഓർ ഐ ഡാഷ് ഹാപ്പി ഈസ് ആം ആർ ഹാസ് എന്ന് ഉത്തരം കൊടുക്കും. ഐദർ ഹി ഓർ ഐ ഡാഷ് ഹാപ്പി ഈസ് ആം ആർ ഹാസ്. രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് ഐദർ ഓർ വെച്ച് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആണ്. അപ്പൊ ഏത് സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വെർബ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്? രണ്ടാമത്തെ സബ്ജക്റ്റായ ഐ. ഐക്ക് ശേഷം നമ്മളിവിടെ ഈസും കൊടുക്കില്ല, ആറും കൊടുക്കില്ല, ഹാസും കൊടുക്കത്തില്ല. ഐ ഹാവ് എന്നേ പറയത്തുള്ളൂ, ഐ ഹാസ് എന്ന് പറയത്തില്ല. സോ ഐദർ ഹി ഓർ ഐ ആം ഹാപ്പി എന്നുള്ളതാണ് ഉത്തരം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വെർബ് ബേസ്ഡ് ഓൺ സെക്കൻഡ് സബ്ജക്ട്. അതായത് രണ്ട് സബ്ജക്റ്റുകളെ ഓർ വച്ചോ, ഐദർ ഓർ വച്ചോ, നൈദർ നോർ വെച്ചിട്ടോ, നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ചിട്ടോ ബന്ധിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചുള്ള സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് കൊണ്ടുള്ള വെർബ് ഫോം ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കണം, രണ്ട് സബ്ജക്റ്റിനെ ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ചേർത്ത് ബന്ധിപ്പിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വെർബ് കൊടുക്കുക. ഇവിടെ നോക്കേ, നൈദർ റൈസ് നോ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ഹിയർ, വാസ്, വെയർ, ഹാഡ്, ആർ എന്ന് കൊടുക്കും. ഇവിടെ വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. ഈ റൈസ് എന്നുള്ളത് നമ്മൾ റൈസസ് എന്ന് പറയാറില്ല. അതായത് ഇത് തന്നെയാണ് നമ്മുടെ സിംഗുലാർ വെർബായി, സിംഗുലാർ നൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടർ എന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നില്ല, വാട്ടേഴ്സ് എന്ന് പറയുന്നില്ല. അപ്പോ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വം സിംഗുലാർ നൗണിനോടൊപ്പം സിംഗുലാർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നൈദർ റൈസ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് ഹിയർ. ഇനി നമ്മുടെ സിംഗുലാർ നൗണിനോടൊപ്പം സിംഗുലാർ വെർബും പ്ലൂറൽ നൗണിനൊപ്പം പ്ലൂറൽ വെർബും ആണ് ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വം. ചില പ്രധാനപ്പെട്ട എക്സെപ്ഷണൽ കേസുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വരികയാണ് അല്ലെ. അപ്പോൾ അടിസ്ഥാന തത്വം ഇങ്ങനെയാണെങ്കിലും ചില എക്സെപ്ഷണൽ കേസുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. വൺ ഓഫ് ദ ചേർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സെപ്ഷണൽ കേസുകളൊക്കെ കണ്ടു. ഓക്കെ, സിംഗുലാർ വെർബ് ഈസ്, പ്ലൂറൽ വെർബ് ആർ, സിംഗുലാർ വെർബ് വാസ്, പ്ലൂറൽ വെർബ് വെയർ, സിംഗുലാർ വെർബ് ഹാസ്, പ്ലൂറൽ വെർബ് ഹാവ്. ഓക്കെ, ഇനി ഇതിൽ സിംഗുലാർ വെർബ് ഏതുണ്ടെന്ന് നോക്കാം. ഈസ്, വാസ്, ഹാസ്, ഇതിൽ ഏതാ ഉള്ളത്? വാസ് ആണ്. അപ്പോൾ നൈദർ റൈസ് നോർ വാട്ടർ വാസ് ടു ബി ഫൗണ്ട് ഹിയർ. ഓക്കെ, വാസ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെയൊക്കെ സിംഗുലാർ ആയിട്ടാണ് കാണുന്നത്. ന്യൂസ്, ഇൻഫർമേഷൻസ് എന്ന് പറയാറില്ല. ന്യൂസ്, ഇൻഫർമേഷൻ, മണി, വാട്ടർ, ടൈം, ലഗേജ് അഥവാ ബഗേജ്, സീനറി, കട്ട്ലറി, ക്രോക്കറി റിലേറ്റഡ് ടു കിച്ചൺ, ഫർണിച്ചർ, ഇവയെല്ലാം നമ്മൾ സിംഗുലാർ ഫോർമാറ്റിലാണ് നമ്മൾ പറയുന്നത്. ഫർണിച്ചേഴ്സ് എന്ന് പറയാറില്ല, ടൈംസ് എന്ന് പറയാറില്ല, മണീസ് എന്ന് പറയാറില്ല, വാട്ടേഴ്സ് എന്ന് പറയാറില്ല, ഇൻഫർമേഷൻസ് എന്ന് പറയാറില്ല. ഇവയെല്ലാം നമ്മൾ സിംഗുലാർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വം സിംഗുലാർ നൗണിനോടൊപ്പം സിംഗുലാർ വെർബ് ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, the teacher rather than his pupils dash anxious about the exam, seems, seem, are seeming, have seen. ഇവിടെ ശ്രദ്ധിക്കണം, ദ ടീച്ചർ എന്നുള്ളത് ആദ്യത്തെ സബ്ജക്റ്റ്, ഹിസ് പീപ്പിൾസ് എന്നുള്ളത് രണ്ടാമത്തെ സബ്ജക്റ്റ്. പീപ്പിൾസ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്, ടീച്ചർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് റാദർ ദാൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, രണ്ട് സബ്ജക്റ്റുകളെ ചേർത്ത് ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവ ചേർത്ത് ബന്ധിപ്പിക്കുകയാണ് എങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വെർബ്, ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നതിന് സിംഗുലാർ നൗണിനോടൊപ്പം സിംഗുലാർ വെർബും പ്ലൂറൽ നൗണിനോടൊപ്പം പ്ലൂറൽ വെർബുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ റാദർ ദാൻ ചേർത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, റാദർ ദാൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വെർബ് വേണം നമ്മൾ ഫോം ചെയ്യേണ്ടത്. ദ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലാർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഒരു സിംഗുലാർ വെർബാണ്. ഇവിടെ ഏതാ സിംഗുലാർ വെർബായിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സീം എന്ന് പറയുന്ന ഒരു വെർബിന്റെ വി ഫോർമാറ്റ്, മെയിൻ വെർബ് ഫോർമാറ്റ് അല്ല വി. അതിന്റെ V1 എന്ന് പറയുന്നത് പ്ലൂറൽ വെർബും വെർബിന്റെ S or ES ചേർന്ന് വരുന്നത് സിംഗുലാർ വെർബുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇവിടെ സീംസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഏതാണ് സ്റ്റീരിയോടൈപ്പിക് ആയിട്ട് ചോദിക്കുന്നത് നോക്കാം. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with. അതായത് വിത്ത് ചേർന്ന് വരുന്ന along with, together with അല്ലെങ്കിൽ വെറും വിത്ത്. more than, rather than, in addition to, accompanied by, followed by, like, unlike, including, excluding എന്നിവ ചേർന്ന് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യ സബ്ജക്റ്റിനനുസരിച്ചുള്ള വെർബ് കൊടുക്കണം. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with, in addition to, accompanied by, rather than, more than അല്ലേ. ഇനി അതുപോലെ തന്നെ followed by, like, dislike, including, excluding എന്നിവയ്ക്ക് ശേഷം അല്ലെ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സബ്ജക്റ്റ് ബന്ധപ്പെടുത്തിയാൽ ആദ്യ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രൊനൗൺ ആയിട്ട്, പ്രൊനൗൺസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റീവ് പ്രൊനൗൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ ഹൂ, whom, whose, where, that ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് വരുന്നത്. The man dash stole your purse has been caught. Who, whom, whose, which എന്ന് പറയും. The man dash stole വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡാഷിന് ശേഷം ശ്രദ്ധിക്കണം, ഒരു നൗൺ ആണ് എങ്കിൽ നമ്മൾ ഹൂ കൊടുക്കും. ഡാഷിന് ശേഷം ഒരു പ്രോനൗൺ ആണ് എങ്കിൽ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഐ, യു, വി, ഹി, ഷീ, അതായത് നാമത്തിന് പകരമായി നമ്മൾ വിളിക്കുന്നു. രമേശ് എന്നതിന് പകരം ഹി, സതീഷ് എന്നതിന് പകരം ഹി, ഐ, അവരെ, വി, നിങ്ങൾ, യു. യഥാർത്ഥ നാമം വിളിച്ച് പറയുന്നതിന് പകരം മറ്റൊരു നാമം, നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഡാഷിന് ശേഷം പ്രോനൗൺ വന്നാൽ ഹൂം, ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ 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 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി, ഡാഷിന് ശേഷം വെർബ് കേട്ടോ, ഡാഷിന് ശേഷം വെർബ് വന്നാൽ ഹൂ, ഡാഷിന് ശേഷം പ്രൊനൗൺ വന്നാൽ ഹൂ. ഇനി ഡാഷിന് ശേഷം നൗൺ വന്നാൽ ഹൂസ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാഷിന് ശേഷം വെർബ് വന്നാൽ ഹൂ അല്ലേ, ഹൂ. ഡാഷിന് ശേഷം വെർബ്, വെർബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മേക്ക്, ഡു, ഡിഡ്, ഏത് തരം വെർബ്, V1 V2 ഏത് തരം വെർബ് വന്നാലും ഹൂ ആണ് വരുന്നത്. ഡാഷിന് ശേഷം പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ ഹൂ, ഐ, യു, വി ഒക്കെ വരികയാണെങ്കിൽ, ഡാഷിന് ശേഷം ഒരു നൗൺ, നാമം വരികയാണ്, പെൻസിൽ എന്നോ പേനയെന്നോ പേഴ്സ് എന്നോ ഡാഷിന് ശേഷം വരികയാണ് എങ്കിൽ, ഡാഷിന് ചേർന്ന് വരികയാണെങ്കിൽ ഹൂസ് ചേർക്കാം. ഇനി ശ്രദ്ധിക്കണം, വിച്ച്, വിച്ച് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ലിവിങ് തിങ്സ് അതുപോലെ തന്നെ ആനിമൽസിനോടൊപ്പമാണ് നമ്മൾ വിച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡാഷിന് ശേഷം സ്റ്റോൾ ആണ് വന്നിരിക്കുന്നത് അല്ലേ, ഡാഷിന് ശേഷം സ്റ്റോൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റീൽ എന്നതിന്റെ V1 സ്റ്റീൽ, V2 സ്റ്റോൾ അല്ലേ. അപ്പോൾ ഇതൊരു വെർബാണ്, സെക്കൻഡ് ഫോർമാറ്റിൽ വരുന്ന വെർബാണ്. അപ്പോൾ അവിടെ ഡാഷിന് ശേഷം സ്റ്റീൽ വന്നാലും സ്റ്റോൾ വന്നാലും സ്റ്റോളൻ വന്നാലും ഒക്കെ നമുക്ക് എന്തേ പറയാൻ പറ്റത്തുള്ളൂ, ഹൂ, ഹൂ അല്ലെ, കാരണം ഡാഷിന് ശേഷം വെർബ് വന്നാൽ ഹൂ. ദ മാൻ ഹൂ സ്റ്റോൾ യുവർ പേഴ്സ് ഹാസ് ബീൻ കോട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, പീപ്പിൾ കിൽഡ് ദ ഡോഗ് ഡാഷ് ബിറ്റ് ദ ഗോട്ട്. ഇവിടെ എന്ത് പറയാൻ പറ്റും? പീപ്പിൾ കിൽഡ് ദി ഡോഗ്. ഇവിടെ ഡോഗിനെ പറ്റിയാണ് പറയുന്നത്. ഒരു നോൺ ലിവിങ് തിങ് അല്ലെങ്കിൽ ആനിമൽ പോലുള്ള സംഗതികളെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അവിടെ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് എന്തെന്ന് പറയുന്നത്, വിച്ച്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ
നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ആനിമൽസ്. ഓക്കെ, ആനിമൽസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നോൺ ലിവിങ് തിങ്സ്, ആനിമൽസ് എന്നിവയെ നമ്മൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോണോൺ ആണ് വിച്ച് എന്ന് പറയുന്നത്. ഇനി ആനിമൽസിന് അതുപോലെ തന്നെ മറ്റൊരു റിലേറ്റീവ് പ്രോണോണും ആനിമൽസിനോട് യൂസ് ചെയ്യുന്നുണ്ട്, അത് ദാറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ ദാറ്റ് വന്നിരുന്നെങ്കിൽ അതും ശരിയായ ഉത്തരമായിട്ട് മാറിയേനെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പീപ്പിൾ കിൽഡ് ദ ഡോഗ്. ഇവിടെ പീപ്പിൾ എന്നുള്ളത് മനുഷ്യനെയാണ് പറയുന്നതെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് ഡാഷിന് മുന്നേ ഉദ്ദേശിക്കുന്നത് ഡോഗിനെയാണ് അല്ലെ. ഡാഷിന് ശേഷം എന്താണ് നോക്കണ്ട, ഡാഷിന് ശേഷം എന്താണ് നോക്കണ്ട, ഡോഗ് ഒരു ആനിമൽ ആയതുകൊണ്ട് ഒന്നുകിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് കയറി വരികയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം, ഹൂ, ഹൂം, ഹൂസ് ഞാൻ പറഞ്ഞതുപോലെ പേഴ്സൺസ് ആണ്. ഹൂവിന് ശേഷം ഒരു വെർബ് വരും, ഹൂമിന് ശേഷം ഒരു പ്രോണോൺ വരും, ഹൂസിന് ശേഷം ഒരു നൗൺ വരും. ഇനി ഹൂസ് റിവേഴ്സ് കൺട്രീസ് അല്ലെ. ഇപ്പൊ റിവേഴ്സ്, ദ നൈൽ റിവർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോണോൺ ഹൂസ് ആണ്. ഇനി ആനിമൽസിന്റെ കൂടെ നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ വിച്ചും യൂസ് ചെയ്യാറുണ്ട്, ദാറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇനി ദാറ്റ് പേഴ്സൺസ് അല്ലെ നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെടുത്തിയും ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് വരണമെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ദി സ്മാളസ്റ്റ്, ദി ലാർജസ്റ്റ്, അങ്ങനെയൊക്കെ ഒരു പേഴ്സൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ചോദ്യം നോക്കിയേ, ഈസ് ദിസ് മാൻ ടു ഡാഷ് യു ഗേവ് ദ മണി, ഹൂ, ഹൂം, ഹൂസ്, വിച്ച്. ശ്രദ്ധിക്കണം, ഇവിടെ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നത് നോക്കുക, ഒരു പ്രോണോൺ ആണ് അല്ലെ. ഡാഷിന് ശേഷം വെർബ് വന്നാൽ ഹൂ കൊടുക്കാം, ഡാഷിന് ശേഷം പ്രോണോൺ വന്നാൽ ഹൂം, ഡാഷിന് ശേഷം ഒരു നൗണ് വന്നാൽ പേര്, നാമം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൂസ്. ഹൂസ് മണി നമ്മൾ പറയല്ലേ, ഹൂസ് മണി എന്നല്ല നമ്മൾ പറയുന്നത്, ഹൂസ് മണി ഇസ് ദിസ് എന്നല്ല നമ്മൾ പറയുന്നുള്ളൂ. മണി ഒരു നൗണാണ്. അപ്പൊ ഇവിടെ ഒരു പ്രോണോൺ ആണ്, ഐ, യു, വി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൂം ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, റീഡ് ദ ബുക്ക് ടു ഡാഷ് ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക്. ഓക്കെ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീഡ് ദ ബുക്ക് ടു ഡാഷ് ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക്. ഇവിടെ റീഡ് ദ ബുക്ക് ടു ഡാഷ് ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ് എന്നിവയാണ്. ഓക്കെ, ഇനി ഇവിടെ ഏതിനെയാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? റീഡ് ദ ബുക്ക് ആണോ ഡാഷ് ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക് എന്നുള്ളതാണോ? ഇവിടെ ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നത്, ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നത്. ഐ, യു, വി എന്നിവ പ്രൊനൗൺസ് കയറി വന്നാൽ നമുക്ക് ഹൂം യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഹൂം തന്നെ കൊടുത്തു. എന്നിട്ട് ബുക്ക് ഒരു നോൺ ലിവിങ് തിങ് ആയിട്ട് ഞാൻ എന്തുകൊണ്ട് വിച്ച്, ദാറ്റ് കൊടുത്തില്ല? കാരണം ഇവിടെ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആര്? അയാൾ. ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക്. അപ്പൊ അവിടെ ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക് ആ റെഫറൻസിലാണ് ബുക്കിനെ കുറിച്ച് പറയുന്നത്. റീഡ് ദ ബുക്ക് ടു ഹൂം ഐ റെഫേർഡ് ഇൻ മൈ ടോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം കൊടുക്കാം. ഓക്കെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തെറ്റെന്നേ പറയത്തുള്ളൂ. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തെറ്റെന്നേ പറയത്തുള്ളൂ. എന്തുകൊണ്ട് ഞാൻ തെറ്റെന്ന് പറഞ്ഞു? ഇങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിച്ചാൽ തെറ്റ് എന്നേ പറയത്തുള്ളൂ. കാരണം ഇവിടെ ഡാഷിന് ശേഷം ഐ കണ്ടിട്ട് ഹൂം കൊടുത്ത് അവിടെ അതിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. റീഡ് ദ ബുക്ക്, ആ ബുക്കിനാണ് ഇമ്പോർട്ടൻസ്. ആദ്യ വാചകത്തിൽ തന്നെ ഇമ്പോർട്ടൻസ്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പഠിച്ചപ്പോൾ ആദ്യ വാചകത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേ? അപ്പോ ആദ്യ വാചകത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് ഡാഷിന് ശേഷം വരുന്നത് ഏതാണോ അതിനനുസരിച്ച് പേഴ്സൺസ് ആണെങ്കിൽ ഹൂ, ഹൂം, ഹൂസ് കൊടുക്കും. ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ലിവിങ് തിങ് ആണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വിച്ചും ദാറ്റും വരാം. അപ്പോ കുറെ കൂടി വിച്ചും ദാറ്റും ഒരുമിച്ച് വന്നാൽ ബോത്ത് ആൻസേഴ്സ് ആർ റൈറ്റ് എന്ന് പറഞ്ഞ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം വിച്ച് ആണ്. റീഡ് ദ ബുക്ക് ടു വിച്ച് ഐ റെഫേർഡ് ഇൻ മൈ
ടോക്ക് എന്നുള്ളതാണ് ശരി. അപ്പോൾ വിച്ചും ദാറ്റും ഒരുമിച്ച് വന്നാൽ വിച്ചിനാണ് കൂടുതൽ പ്രയോറിറ്റി. ഓക്കെ ഓക്കെ ശരി. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് ബോത്ത് വിച്ച് ആൻഡ് ദാൻ വന്നു കഴിഞ്ഞാൽ, ദാറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയെന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഇതൊന്ന് ശ്രദ്ധിച്ചേ, പേഴ്സൺസ് അല്ലെ, IUV ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഹൂമാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. വിച്ച് നമ്മൾ പേഴ്സൺസിനോടൊപ്പം കൊടുക്കാറില്ല, ബുക്ക്, നോൺ ലിവിങ് തിങ്സ് അല്ലെങ്കിൽ അനിമൽസിനോടൊക്കെയാണ് വിച്ചും ദാറ്റും കൊടുക്കുന്നത്. എന്നാൽ ദാറ്റ് പേഴ്സൺസിനോട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോർമാറ്റിൽ വരണം. വൺ ഓഫ് ദി ഡാഷ് ഇൻ ദ സിറ്റി ഹു വൺ ദി അവാർഡ് ഡാഷ് മൈ ഫ്രണ്ട്. വൺ ഓഫ് ദി ചേർന്ന് വരികയാണ്. വൺ ഓഫ് ദി ചേർന്ന് വരികയാണെങ്കിൽ അതിനുശേഷം വരേണ്ട നൗൺ എന്താണ്, അതിനുശേഷം വരേണ്ട വെർബ് എന്താണ്? വൺ ഓഫ് ദിക്ക് ശേഷം വരേണ്ടത് ഒരു പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലാർ വെർബാണ്. അപ്പൊ ഇതിലെ പ്ലൂറൽ വുമൺ, വുമൺ എന്നുള്ളത് സിംഗുലാർ നൗൺ ആണ്, വിമൺ എന്നുള്ളതാണ് പ്ലൂറൽ നൗൺ. അപ്പൊ സി അല്ലെങ്കിൽ ഡി ആവാനാ ചാൻസ്. എയും ബിയും വെട്ടിക്കളാം. ഇനി ആറാണോ വാസ് ആണോ? സിംഗുലാർ വെർബ് നോക്കിയേ, ഈസ്, വാസ്, ഹാസ് ഒക്കെയാണ് സിംഗുലാർ വെർബായിട്ട് വരുന്നത്. അപ്പോൾ വാസ് ആണ് ഇവിടുത്തെ ഉത്തരം. സോ ഓപ്ഷൻ സി, വൺ ഓഫ് ദി വിമൻ ഇൻ ദ സിറ്റി ഹു വൺ ദ അവാർഡ് വാസ് മൈ ഫ്രണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പരിശോധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.